എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാമല യൂണിവേഴ്സിറ്റി 2015 മുതൽ 2022 വരെ പഠിച്ചവരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തഴഞ്ഞു. PSCയുടെ വിവരാവകാശ രേഖ പുറത്ത്. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അംഗീകാരം സംബന്ധിച്ച് പൂർണ്ണ ഉത്തരവാദിത്തം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം സംബന്ധിച്ച് ഒരു കേസുകൾ പോലും പരിഗണിക്കേണ്ടതില്ല. കേരള ഹൈക്കോടതിയും പരിഗണിക്കുന്നതല്ല എന്നാണ് കേരള ഹൈക്കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ നിലപാട്. PSCയും ഇതേ ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്താണ് വിവരാവകാശത്തിൽ പറഞ്ഞത്. കേസ് നമ്പർ WA നമ്പർ 964/2023. പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്ത കേരള ഹൈക്കോടതിയുടെ ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറഞ്ഞു, സുപ്രീം കോടതിയാണ് കേസ് നിലനിൽക്കുന്നതെന്നും പൂർണ്ണ ഉത്തരവാദിത്തം സുപ്രീം കോടതിയാണെന്നും പറഞ്ഞ് കേരള ഹൈക്കോടതി തടി തപ്പി. കേരള ഹൈക്കോടതിയിൽ 2022 23 പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തവരെ മണ്ടന്മാരാക്കിയാണ് കേരള ഹൈക്കോടതി ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറഞ്ഞത്. കേരള ഹൈക്കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പ്രകാരം കേരള ഹൈക്കോടതിയിൽ നിന്നും 2022 23 പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയവരുടെ ഡിഗ്രികൾ ഇൻവാലിഡാണ്. മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ കൂടി ഇതിനകം 11 പെറ്റീഷനേഴ്സ് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ, കർണാടക, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും. കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേരും വന്നത്. 9 പേരാണ് കേരളത്തിൽ നിന്നും ജോയിൻ ചെയ്തത്. ഏറ്റവും കൂടുതലും കേരളത്തിൽ നിന്നാണ് പെറ്റീഷനേഴ്സ് വന്നത്. നിലവിൽ ഞങ്ങളുടെ കൂടെ വന്ന 7 പെറ്റീഷനേഴ്സിൻ്റെ പേര് വിവരങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. കേസ് നമ്പരും വന്നിട്ടുണ്ട്. ഫസ്റ്റ് പെറ്റീഷനായി വരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് കോട്ട് ചെയ്ത ശേഷമാണ് മറ്റുള്ള പേരുകളെല്ലാം വരുന്നത് ഹർജിക്കാരായിട്ട്. മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പെറ്റീഷണർ ഞാൻ തന്നെയാണ്. ഞാനാണ് പുതിയ ഹർജിക്കാരുടെ പേര് വിവരങ്ങൾ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ലിസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഹർജിക്കാരാവാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പെറ്റീഷനേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ 35,000 രൂപ തരിക. പെറ്റീഷനേഴ്സ് ആകാൻ താല്പര്യമില്ലാത്തവർ 1000, 2000, 3000, മാക്സിമം 5000 രൂപ ഇടുക. UGC സൈറ്റിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി കൊണ്ടുവരണമെങ്കിൽ 5 ലക്ഷം രൂപയാണ് ഇനി വേണ്ടത്. ഇനി സുപ്രീം കോടതിയിലുള്ള കേസ് തള്ളിക്കളഞ്ഞാലും UGC പിന്നെയും അപ്പീലിന് പോയിക്കൊണ്ടേയിരിക്കും. UGC വെബ്സൈറ്റിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി വരാത്തിടത്തോളം കാലം ആരും സേഫ് അല്ല. എന്തു തന്നെയായാലും സുപ്രീം കോടതിയിൽ നിന്നും ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്ന ശേഷം UGC DB വെബ്സൈറ്റിൽ വരണം. എന്നാൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകൾ ഇക്വലൻസി തരികയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് PSC ജോലികൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ.